നിറഞ്ഞവരെ, എല്ലാവർക്കും നന്മ നിറഞ്ഞ പുതുവത്സരാശംസകൾ. സ്നേഹിച്ചവരോടും സന്തോഷിപ്പിച്ചവരോടും പരിഗണിച്ചവരോടും അവഗണിച്ചവരോടും വേദനിപ്പിച്ചവരോടും ഉയർത്തിയവരോടും തളർത്തിയവരോടും ചേർത്ത് പിടിച്ചവരോടും ഒറ്റപ്പെടുത്തിയവരോടും ഒരുപോലെ നന്ദിയും സ്നേഹവും പങ്കുവെച്ച് നമ്മുടെ പ്രിയ ചങ്ങാതി 2025 കടന്നുപോയി. പുത്തൻ പ്രതീക്ഷകളും സന്തോഷം, സമാധാനം എന്നിവ നൽകാൻ 2026 വന്നണഞ്ഞു. ഏവർക്കും നന്മ നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് പുതുവർഷത്തിലെ ആദ്യ സ്നേഹസംഗമത്തിന് പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കാം. പുതുവർഷത്തിന്റെ പുത്തൻ പ്രതീക്ഷയായി നമ്മുടെ 237 സ്നേഹസംഗമത്തിന് ഭക്തി നിർഭരമായ പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കാൻ നമ്മുടെ പ്രിയ ഗായകനായ ജോയ് ചേട്ടൻ പാവർട്ടിയെ ഏറ്റവും ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇന്നലകൾ വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്നേഹമാക്കുവാൻ, നീ എന്നെ സ്വന്തമാക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവമാണെന്നേക സുന്ദരം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഉൾത്തടത്തിൽ ദുഃഖഭാരം എൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൽ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ, മനസ്സും നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ, മനസ്സും നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെൻ ഏകയാശ്രയം.
ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം, നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. താങ്ക് യു. ഇന്ന് നമ്മൾ പുതുവത്സരവും വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ പുണ്യദിനവും കൊണ്ടാടുകയാണ്. ഏവർക്കും ഹൃദ്യമായ സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നതിനായി കുമാരി റീന എം വടകരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ശ്രീ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMA അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശനയുടെ പേരിലും സ്വാഗതം ചെയ്യും. ഉദ്ഘാടനത്തിനെത്തിയ ഫാദർ ആൽബിൻ അങ്കര കാട്ടേക്കൽ അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശനയുടെ പേരിലും വിശിഷ്ട അതിഥിയായി എത്തിയ ശ്രീ KS അനൂപ് സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവതരണം ശ്രീ കുമാരി MJ നാട്ടിക ലീന MJ നാട്ടികയെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാകാലം ആലപിച്ച ശ്രീ ജോയി ചേട്ടനെ പാവർട്ടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ട് ശ്രീ ജോസേട്ടൻ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ പേരിലും ദർശനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേരിലും ദർശനയുടെ പേരിലും. ആശംസ ജെസി എരുമപ്പെട്ടി ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി കുമാരി ബിന്ദു KK കൊടുങ്ങല്ലൂർ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ എൻ്റെ പേരിലും ദർശനയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ്ബ് ഡയറക്ടർ ശ്രീ സാജു ജോൺ എൻ്റെ പേരിലും ദർശനയുടെ പേരിലും സ്വാഗതം ചെയ്യും. എല്ലാവരെയും വളരെ മനോഹരമായി സ്വാഗതം ചെയ്ത റീനയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഗ്രൂപ്പുകളെ വളരെ വ്യക്തമായും സ്പഷ്ടമായും പരിചയപ്പെടുത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. താങ്ക് യു. ഈ ആഴ്ച സ്നേഹസംഗമം നടത്തുന്നത് ദർശനായാണ്. അടുത്ത ആഴ്ച അവർ ലീഡേഴ്സ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പാണ്, മറക്കരുത്. 2018 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19
ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റി ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ചിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവിടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിവളർച്ചയുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണിത്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖല ശ്രദ്ധപതിപ്പിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറോസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയുടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ അവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 10,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലുണ്ട്. ദർശന ക്ലബ് യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസന പ്രകടമാക്കുന്നതിനും കനുവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രവർത്തിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് അത്ലറ്റ് മീറ്റും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മത നേതാക്കളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 27/12/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 236ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശനയാണ്. അവതരണം കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. പ്രാർത്ഥന കുമാരി ട്രീസ മുള്ളൂർക്കര. സ്വാഗതം കുമാരി രതി ബാലൻ പുത്തൂർ. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തിയ റിപ്പോർട്ട് അവതരണം ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷന്റെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതവും നന്ദിയും ക്രിസ്മസ് മംഗളങ്ങളും. സൈജോയെ കണ്ടത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അറിവിൽ നിന്ന് എളിമ ഉണ്ടാകുന്നു. എല്ലാവരും സഹകരിക്കുമ്പോൾ പലതും നേടാൻ സാധിക്കുന്നു. അത്ലറ്റ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി. നാം മറ്റുള്ളവർക്ക് പ്രചോദനമാകണം. മാർച്ചിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഫെബ്രുവരിയിൽ ആർട്സ് മീറ്റ്. ഈ വർഷം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത വർഷം നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉദ്ഘാടനം ചെയ്തത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ
PMR വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സിസ്റ്റർ ബെറ്റ്സി തോമസ് FCC ആണ്. ഞാൻ ആദ്യമായാണ് ഗ്രൂപ്പിൽ വരുന്നത്. സോളമച്ചൻ വഴിയാണ് ഗ്രൂപ്പിൽ എത്തിയത്. PMR വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ സമീപിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും സംശയങ്ങൾ കടലാസിൽ എഴുതി അയച്ചു തരിക. കണ്ട് പഠിച്ച് ഒരു ദിവസം എല്ലാവരുടെയും സംശയങ്ങൾ പറഞ്ഞു തരാം. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യാതിഥിയായി വന്നത് ശ്രീ സായിജോ ഓസ്കാർ, സൂപ്പർ ഹീറോ, ആർബിട്രേറ്റർ, സീനിയർ ഇൻസ്പെക്ടർ, സഹകരണ ഡിപ്പാർട്ട്മെന്റ്, കേരള സർക്കാർ. കോഓപ്പറേറ്റീവിൽ സീനിയർ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നു. എന്റെ ഒരു ഭാഗം തളർന്നതാണ്. നമുക്ക് പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ നാം ആക്കുന്നത്. ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ പലതും നേടാൻ നമുക്ക് സാധിക്കും. എന്നെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് ദർശന ക്ലബ് സർവീസ് സൊസൈറ്റി, ദർശന ക്ലബിന്റെ PRO പിയൂസ് കോട്ടപ്പുറം. ബഹുമാനപ്പെട്ട സോളമനച്ച ഉദ്ഘാടക മുഖ്യാതിഥി, കഴിഞ്ഞ ആഴ്ചത്തെ ജോബിനച്ച. മറ്റെല്ലാവർക്കും നന്ദി. എന്റെ നാട് അറിയാൻ വേണ്ടി മാത്രമാണ് എന്റെ പേരിനൊപ്പം സ്ഥലപ്പേരും ചേർത്തിരിക്കുന്നത്. ലിലി ചേച്ചി അച്ഛന്റെ നമ്പർ തന്നു. ഗ്രൂപ്പിൽ അച്ഛൻ ചേർത്തു. എനിക്ക് അപ്പനും അമ്മയും ഒരു പെങ്ങളുമുണ്ട്. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. അച്ഛനാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ സിബിൻ വർഗീസ് ആൻഡ് സുബി ഗാലാപനം നടത്തി. നന്ദി പറഞ്ഞത് ശ്രീ ഐവിൻ കൽപ്പറമ്പ്. യോഗം അവസാനിച്ചു. ഈ മാസം മുടങ്ങാതെ വന്നവരിൽ നിന്ന് 25 പേരുണ്ടായിരുന്നു. ഇന്ന് വന്നത് 18 പേര്. പിയൂസ്, ജോസ്, രതി, മേഗി സൈമൺ, ഡെയ്സി, ഐവിൻ, ലിജി, റോസ്ലിൻ, ലീന വടകര, ഉമ്മു, സിമിൽ, ലീന പ്രവീൺ, ബിന്ദു KK, മറിയമ്മ, സിജോൺ, ലിസി അമ്പക്കാട്. അവർക്കാണ് ഈ മാസത്തെ സമ്മാനകർക്കര. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. KG ജോസ് കൊരട്ടി. ഇനി നമ്മുടെ ഈ ദർശനം ഉണ്ടാവാൻ നമ്മളുടെ അച്ഛനാണ് നമുക്ക് ഏറ്റവും വഴികാട്ടിയായിട്ട് വന്നത്. ആ അച്ഛനുണ്ടാവാൻ ഒരു സഭയുണ്ടായിരുന്നു, CMI സഭ. അതിന്റെ സ്ഥാപകന്റെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ പുണ്യദിനമാണെന്ന്. അപ്പൊ നമുക്ക് ഒരു നിമിഷം ആ പുണ്യാത്മാവിനെ കുറിച്ചൊന്നറിയാം. 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനഗരിയിൽ പിറവിയെടുത്ത പനിനീർ പുഷ്പം വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. 19-ാം നൂറ്റാണ്ടിൽ ജീവിക്കുകയും പ്രകാശവും പ്രചോദനവും കൊണ്ട് തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും വളരെ വിശിഷ്ടമായി നിലകൊള്ളുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഉടമയാണ് ഈ പുണ്യവാൻ. ഈ നവോത്ഥാന നായകനായ ഈ പുണ്യജീവിതം ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞ ദിവ്യ പുഷ്പമായിരുന്നു. 13-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. അനീതിയും അടിച്ചമർത്തലും തൊടലും തീണ്ടലും അയിത്തവും അന്ധകാരവും കൊടികുത്തി വാണിരുന്ന കേരള ജനതയ്ക്ക് ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശനാളം കൊടുത്തി ദൈവിക ദർശിയാണ് ചാവറയച്ചൻ. മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുവാനും സഹായിക്കുവാനും അവരുടെ ഇടയിൽ തന്നെ ഒരു പുതിയ സമൂഹത്തിന് രൂപം നൽകാൻ നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ഈ പുണ്യാത്മാവ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം അതിവിശിഷ്ടവും അതിശക്തവും അതിവിശാലവുമായിരുന്നു. ജാതി മത വിചാരത്താൽ ഹതം ചെയ്യപ്പെട്ടിരുന്ന കേരള സാമൂഹിക വ്യവസ്ഥയിലാണ് ജാതി മതഭേദ വിചാരത്തിന് അതീതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങളും രൂപം കൊടുത്തു. കഞ്ഞിക്കരിയിടുമ്പോൾ ഒരു പിടിയരി പാവങ്ങൾക്ക് മാറ്റിവെക്കാൻ പഠിപ്പിച്ച് അങ്ങനെ ശേഖരിച്ച പിടിയരി കൊണ്ട് ആദ്യമായി പള്ളിക്കൂടങ്ങളിൽ ഉച്ചക്കഞ്ഞി കൊടുത്ത് വിശപ്പിന്റെ വിളിക്ക് വിരാമമിട്ടു. എല്ലാവരെയും ഒരേ ബെഞ്ചിലിരുത്തി ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ സ്നേഹത്തിന്റെ സമത്വത്തിന്റെ നവോത്ഥാനം നമ്മളെ പഠിപ്പിച്ചു തന്നു ഈ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് മനുഷ്യ മനസ്സുകളെ എത്തിക്കാൻ വാഴപ്പിണ്ടിയിൽ അക്ഷരലിപികൾ പതിപ്പിച്ച് കൊണ്ട് ആദ്യത്തെ പ്രസ് മാനാന്നത്തെ സെന്റ് ജോസഫ് പ്രസ് ആരംഭിച്ചു. അതിനായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എങ്കിലും അത് വലിയ വിജയമായി മാറി.
1831 വൈദികർക്ക് CMI സഭയ്ക്കും സന്യസ്തർക്ക് CMC സഭയ്ക്കും രൂപം കൊടുത്തു. അന്ന് മാധവനും മത്തായിയും മുഹമ്മദും ഒരേ വിദ്യാലയത്തിൽ ഇരുന്ന് ഭക്ഷിച്ച് പഠിച്ചു. അന്ന് കേരള സമൂഹം മനസ്സിലാക്കി തങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്. കുടുംബത്തിൽ, സഭയിൽ, പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീ ശക്തിയെ പുനർജീവിപ്പിക്കാൻ മുൻനിരയിൽ എത്തിക്കാനും ആ പുണ്യവാന് സാധിച്ചു. അജ്ഞതയുടെയും അന്ധതയുടെയും അറിവില്ലായ്മയുടെയും അകത്തളങ്ങളിൽ ഒരു പെൺകുട്ടി പോലും തളച്ചിടപ്പെടരുതെന്ന് ചാവറ ദർശനത്തിന്റെ കാഴ്ചപ്പാടായി മാറി. തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് മാനവർക്ക് സ്നേഹത്തോടെ സേവനം ചെയ്ത് മാന്നാനം കുന്നിൽ ദർശന ഭവനം പണിതു. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വമായിരുന്നു ഈ പുണ്യപ്രതിഭ. അക്ഷരം കൊണ്ട് മനുഷ്യരുടെ കണ്ണു തുറന്ന ആ ദിവ്യ ചൈതന്യം 1871 ജനുവരി 3 തിരുസന്നിധിയിലേക്ക് മടങ്ങി. എപ്പോഴും ദൈവത്തെ കാണണം എന്ന് ആഗ്രഹിച്ച ആ പുണ്യവാൻ 1986 പ്രഖ്യാപിച്ചു. ജനഹൃദയങ്ങളിൽ അതിവിശിഷ്ടനായി 2014 നവംബറിൽ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അക്ഷരത്തിന്റെ ശക്തിയാൽ മനുഷ്യ മനസ്സുകളുടെ കണ്ണും ഹൃദയവും തുറക്കാൻ തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കിയ ഈ പുണ്യവാന്റെ എളിമയുള്ള ജീവിതം നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ജ്ഞാനഭക്തി കർമ്മ മാർഗത്തിലൂടെ ദൈവം ചാവറാച്ചനെ നയിച്ചു. അന്യർക്ക് നന്മ ചെയ്യാത്ത ഒരു ദിവസം പോലും തന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ചാവറയാച്ചന്റെ നന്മകൾ നമ്മിലും ഉണ്ടാകട്ടെ. ആ ദിവ്യപാദത്തിങ്കൽ പ്രാർത്ഥനയുടെ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിച്ച് നമുക്ക് മാധ്യസ്ഥം തേടാം. അധ്യക്ഷ പ്രസംഗത്തിനായി ദർശനയുടെ സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറും സർവോപരി ദർശനയുടെ സൂര്യപ്രഭയുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ ഇന്നേ ദിവസത്തിന്റെ ചാവറച്ചന്റെ തിരുനാളിന്റെ എല്ലാവർക്കും ഹാപ്പി ഫീസ്റ്റ്. തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഇന്ന് വലിയ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട്. അതും ഇന്ന് ചാവറ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്നേഹ കൂട്ടായ്മ അല്ലെങ്കിൽ സ്നേഹ സംഗമം നടത്തുമ്പോൾ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ദർശന എന്ന് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. ദർശന വീട് എന്നുള്ളത് ചാവറച്ചന് വലിയ സ്വപ്നമായിരുന്നു. ദർശന ഭവൻ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി ദർശന ഭവനിലാണ് ഞാനായിരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ. ദർശന ഭവൻ, ചാവറച്ചന്റെ ആ ഒരു ദർശന ഭവന്റെ സങ്കല്പം എന്നുള്ളത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വീടിനെ പറ്റിയാണ് സ്വപ്നം കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ഇതിന്റെ ഉത്ഭവം തന്നെ ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയും നമുക്കറിയാം. ദേവമാത സ്കൂളിൽ വെച്ചാണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത്. ഷാജു എടമനച്ചനാണ് അതിന് ഒരു പ്രോത്സാഹനം നമുക്ക് നൽകിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേരൊന്നുമില്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ ആരംഭിച്ച ഒരു സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ദർശന വീടാണ് ഇവിടെ ഒരു ചാരിറ്റബിൾ പ്രവൃത്തിയായിട്ടുള്ളത്. അപ്പൊ അച്ഛന് വേണമെങ്കിൽ ദർശന ക്ലബ്ബ് എന്ന് വേണമെങ്കിൽ പേരിടാം എന്ന് പറഞ്ഞു, ദർശന വീടിനോട് ചേർന്ന് നിന്നുകൊണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ ഒരു ദർശന വീട് അന്ന് ഷാജു എടമനച്ചനും അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു തന്നപ്പോഴൊക്കെ ഇങ്ങനെ ഒരു സങ്കല്പമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. എല്ലാവരും, എല്ലാ മതങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭവനം. അതുപോലെ തന്നെ എല്ലാ വ്യക്തികളും, പലതരം വ്യക്തികളുണ്ടല്ലോ, നമ്മൾ ഭിന്നശേഷി മാത്രമല്ല, നോർമൽസ് എല്ലാം, ആണും പെണ്ണും എല്ലാം എല്ലാവരും ചേരുന്ന ഒരു വീട് സ്വപ്നം കണ്ടതാണ് ചാവറച്ചൻ. അപ്പൊ ആ ചാവറ സങ്കല്പത്തിൽ നിന്നാണ് ദർശന ഭവൻ ഉടലെടുക്കുന്നതും അല്ലെങ്കിൽ ഈ ദർശന എന്ന പേര് ഉൾക്കൊള്ളാനായിട്ട് കാരണം. പലരും വ്യാഖ്യാനിക്കാറുണ്ട്, ദർശനം കിട്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ ദർശന ഭവനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദർശന ക്ലബ്ബൊക്കെ ഉണ്ടാകുന്നത് ദർശനം കിട്ടിയിട്ടാണ്. അതൊന്നുമല്ല അതിന്റെ ബേസിക് ആയിട്ട് എന്നുള്ളത്. ചാവറ ദർശന ഭവൻ എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് നമുക്ക് ഈ ദർശന ഭവൻ എന്നോ അല്ലെങ്കിൽ ദർശന ക്ലബ്ബ് എന്നോ ദർശന സർവീസ് സൊസൈറ്റി എന്നൊക്കെ രൂപീകൃതമാകാനായിട്ട് സാധിച്ചത്.
ഞാൻ ഇന്നലെ ഓൾറെഡി നിങ്ങൾക്ക് ഒരു വോയിസ് ചെയ്യാനിട്ട് വന്നിരുന്നു. എല്ലാത്തിനും തുടക്കം കുറിച്ചൊരു വ്യക്തിത്വം നമുക്കൊക്കെ സാധിക്കണം. നമ്മളൊക്കെ പലരും പല മേഖലകളിലും വ്യത്യസ്ത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ പല അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. അവർക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് വേറൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. അവർ തന്നെയാണ് അവരുടെ ആരംഭവും അവസാനവും എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ തുടക്കക്കാരാണ്. എല്ലാത്തിനും തുടക്കം കുറിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടവരാണ്. ഇപ്പോ ഞാനിപ്പോ ഒരാളെ പൊക്കി പറയുന്നതല്ല. ഇപ്പൊ ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ സിനി ആദ്യമായിട്ട് വേൾഡ് ഡ്വാർഫ് ഗെയിംസിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോയി ഒരു പെൺകുട്ടിയാണ്. അത് അങ്ങനെ ഓരോരുത്തരും. ഇനി ജോസേട്ടനായിട്ട് പറയുകയാണെങ്കിൽ, ജോസേട്ടൻ പല മേഖലകളിലേക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥയിലായിരുന്നിട്ട് പോലും പല മേഖലകളിലേക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ജോസേട്ടനായിരിക്കും എന്നുള്ളതാണ്. പലരും കിടപ്പ് രോഗികളാണെന്നും പറഞ്ഞ് അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ഒന്നിനും പോകുന്നില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് പലരും ഇരിക്കുന്ന വ്യക്തികളുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മാതൃക കാണിക്കാനായിട്ട് പറ്റുന്ന ഓരോരുത്തരാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ ക്യാരിയസും ഉണ്ട്, അല്ലെങ്കിൽ അവരൊക്കെ അവരൊരു പ്രാവീണ്യം നേടിയവർ, അവരൊക്കെ തുടക്കക്കാരാണ് എന്നുള്ളതാണ്. നമുക്കൊക്കെ അതിനൊക്കെ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒത്തിരി നിലകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. നേരത്തെ ലീന പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ചാവറച്ചന്റെ ഒരു വലിയൊരു സങ്കല്പം ചെയ്യാത്തൊരു ദിവസം ഉണ്ടാകരുതെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒത്തിരി നന്മകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് സ്വാർത്ഥപരമായി മാറരുത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് വേണ്ടി, ഒരു ഭാര്യ ഭർത്താവിനും മക്കൾക്കും, ഭർത്താവ് ഭാര്യയ്ക്ക് മക്കൾക്കും ജീവിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ചില വ്യക്തികൾക്കൊക്കെ, നമ്മള് ഭൂരിഭാഗം ബാച്ചിലേഴ്സ് ആണ്, അവിവാഹിതരാണ് പലരും. അപ്പൊ അവർ ചിന്തിക്കുന്നു ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ, എൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് തന്നാലാകുന്ന രീതിയിൽ ചെയ്യാനാകുന്ന നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ ഈ ചാവറച്ചന്റെ ഈ ഒരു ദുഃഖം മനസ്സിൽ കണ്ടുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയുന്നത്, ഞാൻ ചാവറച്ചൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടോ, ഒരു പുണ്യെങ്കിലും ഞാൻ ചെയ്തു തന്നത്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്നു. അങ്ങനെ ഒരു കൊച്ചു നന്മയെങ്കിലും, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാം. അവര് കൈ കാലൊക്കെ ഉണ്ടാവിരിക്കാം. പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് ഇതിനെ എളുപ്പപ്പെട്ട് എന്റെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് ഒരു ഗ്ലാസ് വെള്ളം മറ്റുള്ളവന് എടുത്തു കൊടുക്കുമ്പോൾ അതൊരു പുണ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കാനും സാധിക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ നന്മകളൊന്നുമില്ല. വലിയ നന്മകൾ ചെയ്യണമെന്നല്ല. ഞാൻ 4 വീട് വെച്ചു കൊടുത്തു, അതാണ് പലപ്പോഴും വലിയ നന്മയായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടി, അത് ഞാൻ ചെയ്ത നന്മയുടെ പരിണത ഫലമാണെന്ന് പറയുന്നതല്ല. മറിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, അവാർഡ് കിട്ടിയിട്ട് പെട്ടിയിൽ മടക്കി വെച്ച് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ എന്ന് പറയലല്ല. അവാർഡ് കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചാവറച്ച് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നമുക്ക് ആ ഒരു സങ്കല്പത്തിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭവനം, എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഭവനം, എല്ലാം ഏക മനസ്സോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭവനം. അവിടെ എന്റേതെന്നുള്ളതോ പൊസസീവോ സെൽഫിഷോ ഇതൊന്നും അവിടെ ഇല്ലാത്ത ഒരു സാക്രിഫിഷ്യൽ ലവ് എന്നുള്ള പറയുന്നത്. ഞാനെന്നും പറയാറുള്ള ഒരു 4 തരം സ്നേഹമുണ്ട്. ഒന്ന് സെൽഫിഷ് ലവ് എന്ന് പറയും, എന്റെ കാര്യം ചിന്താവാം, എനിക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തത് പൊസസീവ് ലവ് എന്ന് പറയും, അതായത് ആവാഹിച്ചെടുത്തൊരു സ്നേഹമുണ്ട്. അതായത് നീ വേറെ ആരെയും നോക്കാൻ പാടില്ല, എന്നെ മാത്രം നോക്കുക, ഞാൻ മാത്രമാണ് നിനക്ക് ഉണ്ടാവാൻ പാടുള്ളൂ, ഞാനാണ് നിന്റെ ദൈവം. അങ്ങനെ അവനെ എന്നിലേക്ക് മാത്രം അയച്ചു വെക്കുന്ന ഒരു പൊസസീവ് ലവ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന ഒരു സ്നേഹമുണ്ട്, റിയൽ ലവ്. അതാണ് നമ്മൾ യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, ഓക്കെ, നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല. പക്ഷെ സാക്രിഫിഷ്യൽ ലവ്, യേശു കാണിച്ചു തന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ആ സാക്രിഫിഷ്യൽ ലവ്, അതായത് കൊടുക്കുന്ന സ്നേഹം. എനിക്ക് എന്ത് കിട്ടിയോ എന്നുള്ളതിലല്ല, എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിലാണ്. എൻ്റെ സമയം, എൻ്റെ കഴിവുകള്, എൻ്റെ എന്തെല്ലാം ബുദ്ധി സാമർഥ്യങ്ങള്, ഇതെല്ലാം എൻ്റെ സമ്പത്തായാലും എന്തായാലും മറ്റുള്ളവർക്ക് വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം, അതായത് സാക്രിഫിഷ്യൽ ലവ് ആയിട്ട് മാറുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്.
കൊടുക്കുന്ന സ്നേഹം, അർപ്പിക്കുന്ന സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ആ സ്നേഹം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈഗോ വരുന്നതും അല്ലെങ്കിൽ സെൽഫിഷ് ആവുന്നതും പൊസസീവ് ആവുന്നതും ഒക്കെ വരുന്നത്. സാക്രിഫിഷ്യൽ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ, അതായത് സമർപ്പണ സ്നേഹത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്നേഹങ്ങളിലേക്കൊക്കെ നമ്മൾ ഒതുങ്ങിപ്പോകും. ഞാൻ ഇന്നൊരു അനുഭവം ഞാനൊരു സ്ഥലത്ത് കണ്ടു. ഒരു വ്യക്തി പറയാണ്, എനിക്ക് ഈഗോ ആണ്. ഐ കനോട്ട് ആക്സെപ്റ്റ് എനിബഡി, ഐ കനോട്ട് കൺട്രോൾ മൈ ലൈഫ്, ഐ കനോട്ട് കൺട്രോൾ മൈ ആങ്കർ എന്നൊക്കെ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്. എനിക്ക് എൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയുന്നത് അതെൻ്റെ ഈഗോ. ഐ കനോട്ട് ആക്സെപ്റ്റ്, ടോളറേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് സ്നേഹം കൊടുക്കാനായിട്ട് പറ്റണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഈഗോ ഇല്ല, ഞാനാണെന്നുള്ളൊരു മനോഭാവം ആവണമെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോഴാണ് ഞാനായി മാറുന്നത്. ദൈവം തന്നെ പറയുന്നു, അത് അവനുണ്ടെങ്കിൽ ഞാനുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ലോകം മൊത്തം ആരോടെ പറയാനായിട്ടുള്ളത് ഞാനെന്നുള്ളതും. അപ്പൊ ഞാനെന്നുള്ളത് അവനുണ്ടെങ്കിൽ ഞാനുള്ളൂ. അപ്പൊ ഞാനും അവനും ചേരുമ്പോഴാണ് നമ്മളായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു വ്യക്തി ഒരിക്കലും ഇൻഡിവിജ്വലായിട്ട് ഒരു സംവിധാനം നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ഞാനും നീയും ചേരുമ്പോൾ നമ്മളായി തീരുന്ന ഒരവസ്ഥ, അതാണ് ദർശനം. ആ ദർശനത്തിലേക്ക് കടന്നു വരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വിശിഷ്ട അതിഥികളായിട്ട് എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളും ഒരിക്കൽ കൂടി സ്വാഗതവും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനി ഈ വർഷം മുഴുവൻ 2026 എന്നുള്ള വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദൈവം അനുഗ്രഹിച്ചു, നമ്മൾ ഓരോരുത്തരെയും കൈപിടിച്ച് ഉയർത്തി. അപ്പൊ അതിലെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സ്വപ്നങ്ങൾ മെനയാനും അതുപോലെ ജീവിക്കുവാനും നന്മയിൽ ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മളായിരിക്കണം മോഡലായിട്ട് മാറേണ്ടത്, നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് തീരേണ്ടത്. അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛന്റെ വിലയേറിയ വാക്കുകൾക്ക് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് നന്മയായി തീരട്ടെ. അടുത്തതായിട്ട് ഉദ്ഘാടന കർമ്മം ഏറെ സ്നേഹത്തോടെ നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ആൽവിൻ അക്കരെ പറ്റിക്കൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. സ്തുതിയായിരിക്കട്ടെ. വേദിയിലിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്, ദർശന ഗ്രൂപ്പ് ഡയറക്ടർ ആയിട്ടുള്ള സോളമനച്ച, മുഖ്യ അതിഥിയായിരിക്കുന്ന അധ്യാപകനും സാഹിത്യകാരനുമായിരിക്കുന്ന ശ്രീ റാഫി നീലങ്കാവിൽ, എന്റെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന ഇരിങ്ങപ്പുറം GC 4-ാം വാർഡ് ഗുരുവായൂർ നഗരസഭയിലെ കൗൺസിലർ ശ്രീ KS അനു, മറ്റ് ദർശനയിലെ അംഗങ്ങളെ, അവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ സോണമനച്ചൻ മുമ്പ് ഇങ്ങനെ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് കയറാനൊക്കെ കുറച്ച് അസുഖം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അച്ഛനെ നേരിട്ട് കാണുകയും അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ഇവിടേക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോടേക്ക് പറയാനുള്ളത്, ഈ ഒരു സമൂഹത്തിലെ ദർശനരോട് കൂടിയിട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരെന്ന രീതിയിലേക്ക് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകേണ്ട, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടെ പങ്കുവയ്ക്കാൻ കൂടിയിട്ടാണ്. ഞാനൊരു ഈ അടുത്ത് കേൾക്കാനിടയായിട്ടൊരു കഥ പ്രകാരമാണ്. ഒരു US-ലൊരു കഥാകാരൻ, ഒരു ബിസിനസ്സുകാരൻ, അവരെ ഒരു പാർക്കിലൊരു ബെഞ്ചിലിരിക്കുകയാണ്. ആള് അതിന്റെ ബിസിനസ്സൊക്കെ വളരെയധികം ഫ്ലോപ്പായി, അല്ലെങ്കിൽ അതിനൊക്കെ നഷ്ടമൊക്കെ സംഭവിച്ച് കടബാധ്യതയുമായിട്ട് മരണത്തിന്റെ വക്കിലെത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ അവരെ ബെഞ്ചിലിരിക്കുന്ന സമയം ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. തുടർന്ന് ആള് ചോദിച്ചു, എനിക്ക് എന്താണ് പ്രശ്നം, എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന രീതിയിൽ ആള് പറയാണ്. അപ്പൊ ആ ബിസിനസ്സുകാരൻ തന്റെ പ്രശ്നങ്ങളൊക്കെ, തന്റെ കടബാധ്യതയെ കുറിച്ചും എനിക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അയാളോട് ഷെയർ ചെയ്യുകയാണ്. അത് കേട്ടതിന് ശേഷം ആ വ്യക്തി അയാളുടെ കയ്യിലേക്ക് ഒരു ചെക്ക് എഴുതി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ പണം ഉപയോഗിച്ചോളൂ, നിന്റെ കടബാധ്യതകളെല്ലാം വീടുമ്പോൾ ഈ അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ഈ കാശ് തിരികെ തന്നാൽ മതി എന്ന് പറയാണ്. ആ സന്തോഷത്തില് അയാള് അതിനുശേഷം എനിക്ക് പോയി. ഈ ബിസിനസ്സുകാരൻ അതിലേക്ക് നോക്കിയപ്പോൾ അതില് ഒപ്പിട്ടിരിക്കുന്നത് ആ വ്യക്തി എന്ന് പറയുന്നത് ജോൺ ഡി റോക്ക്ഫില്ലർ എന്ന് പറയുന്ന, അതില് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്.
അപ്പൊ ആ വ്യക്തിയുടെ ചെക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. തന്റെ കടബാധ്യതകളൊക്കെ വീട്ടാനായിട്ട് ഇതിന്റെ പകുതി തന്നെ ധാരാളമായിട്ടുള്ളതാണ്. അപ്പൊ അത് മുതലേ അദ്ദേഹം അധ്വാനിക്കാനായിട്ട് തുടങ്ങിയാണ്. പക്ഷെ അയാൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ചെക്ക് ആ കാശ് വെച്ചിട്ടല്ല അധ്വാനിച്ചത്, മറിച്ച് അത് തന്റെ സോക്കേഴ്സിൽ തന്റെ ലോക്കറിൽ ഒരു മൂലധനം എന്ന രീതിയിലേക്ക് എടുത്തു വെക്കുകയും ആ ഒരു ചെക്കിന്റെ ബലത്തില് അതിന്റെ ആ 50 ലക്ഷം US$ ആ ബലത്തിലാണ് പിന്നീട് അദ്ദേഹം അധ്വാനിക്കുകയും പിന്നീട് അദ്ദേഹം തന്റെ കടബാധ്യതകളെ വീട്ടുകയും അതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ബിസിനസ് രീതിയിലേക്ക് ഉയർന്നു വരാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം അടുത്ത വർഷത്തിലേക്ക് ഇതേ സമയത്തേക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ട് എനിക്ക് ഇന്ന് ചെക്ക് തിരികെ നൽകുവാനായിട്ട് വരികയാണ്. വരുന്ന സമയത്ത് ഈ പ്രായമായ മനുഷ്യൻ, ഈ ജോൺ റോക്ക്ഫെല്ലർ എന്ന് പറയുന്ന വ്യക്തി അവിടേക്ക് കടന്നു വരികയാണ്. അപ്പൊ തന്നെ അദ്ദേഹത്തിന് പിന്നാലെ ഒരു നേഴ്സ് വന്നിട്ട് അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞു, ഇയാളിങ്ങനെ മറ്റു പലരുടെയും പേരുകളിൽ വന്നിട്ട് മറ്റുള്ളവരോട് കാണുകയും അങ്ങനെ ആ രീതിയിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ സൃഷ്ടിക്കാറുണ്ട്, താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരുന്നു എന്നും അദ്ദേഹം ഇത്ര നാൾ അധ്വാനിച്ചത് ആ ഒരു വ്യക്തിയുടെ പണത്തിന് പുറത്തുമായിരുന്നു എന്ന്. ഇതിലൂടെ ഈ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പണമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് മൂലധനമായിട്ട് വെക്കുന്നത്, മറിച്ച് അയാളുടെ ആത്മവിശ്വാസമാണ്. അയാൾക്ക് ആ അതിലുണ്ടായിരുന്ന തന്റെ തന്നെ കഴിവുകളാണ് അദ്ദേഹം ഉയർത്തി കാണിച്ചത്. തനിക്കുണ്ടായിരുന്ന ആ കഴിവുകളാണ് ആ പണത്തിന്റെ തനിക്ക് ലഭിച്ച ചെക്കിന്റെ പിൻബലത്തിലാണെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചത്. നമുക്ക് ഓരോ വ്യക്തികൾക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനായിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് ശക്തി പകരാനായിട്ടും നമുക്ക് സമൂഹത്തിൽ തന്നെ മറ്റുള്ളവർക്ക് നന്മയായി തീരുവാനായിട്ട് സാധിക്കും. അതിനൊക്കെ ചിലപ്പോഴൊക്കെ വെല്ലുവിളിയായിട്ടിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളായിരിക്കും. ഒരു തവളയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു തവളയെ വെച്ച് നടത്തിയ പരീക്ഷണമാണ് അത്. ഒരു പാത്രത്തില് ചൂടേറിയ പാത്രത്തിലേക്ക് ഒരു തവളയെ ഇട്ടു. അതിനെ തുടർന്ന് ആ ചൂടിന്റെ പ്രകാരം ആ തവള അവിടെ നിന്ന് ചാടി പോവുകയാണ്. രണ്ടാമത്തെ പരീക്ഷണത്തില് ഒരു പാത്രത്തില് തണുത്തൊരു സാധാ വെള്ളത്തിൽ ഒരു തവളയെ നിക്ഷേപിച്ചു. അവിടെ വെച്ച് വെള്ളം പതിയെ ചൂടാക്കി തുടങ്ങി. ചെറിയ നിലയിൽ അത് ചൂടാക്കി തുടങ്ങി. അപ്പോൾ ആ തവള ആ രീതിയിൽ തന്നെ അവിടെ തുടരുകയാണ് ചെയ്തത്. പിന്നീട് പതിയെ അതിന്റെ താപനില ഉയരുകയും അതിനെ സഹിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ അത് താപനില ഉയരുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് ആ തവളയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ആ ശേഷി അതിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കുണ്ടായിരിക്കുന്ന ഇടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്കുണ്ടായിരുന്ന നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സേഫ് സോണുകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചിലപ്പോഴൊക്കെ വെല്ലുവിളിയായിട്ട് തീരാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്രത്തോളം നമ്മളായിരിക്കുന്ന സേഫ് സോണുകൾ എനിക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല എന്ന രീതിയിലൊക്കെ നമ്മളിപ്പോൾ എത്രമാത്രം നമ്മൾ തുടരുന്നുണ്ടോ അത് നമുക്ക് പിന്നീട് നമുക്കൊരു വെല്ലുവിളിയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ആ സേഫ് സോണുകളിലെ ആ മതിലുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ കഴിവുകൾ വളർത്തുവാനായിട്ടാണെങ്കിലും മറ്റുള്ളവർ നമുക്ക് ജീവിതത്തിലേക്ക് ഉയരുവാനായിട്ടാണെങ്കിലും നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വളർന്നുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്ക് സഹായമാകുവാനും ഈ ദർശന സമൂഹത്തിലെ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിലെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുറവുകളെ നമ്മൾ ഉയർത്തി കാണിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മളായിരിക്കും നമ്മുടെ കഴിവുകളും നമുക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിതത്തിലേക്ക് ഘടകങ്ങളായിട്ട് തീരുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ അവസരത്തിലേക്ക് ഇതിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് ശക്തി പകരാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു സന്ദേശം വളരെ വ്യക്തമായി നൽകിയ അച്ഛന് ഒരു ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. മുഖ്യാതിഥിയായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് സാഹിത്യകാരനും നല്ല അധ്യാപകനുമായ ശ്രീ റാഫി നീലങ്കാൾ സാറാണ്. സാറിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹലോ, ഞാനൊരു പ്രോഗ്രാമില് പങ്കെടുക്കാനായിട്ട് പോവായിരുന്നു. അത് എന്തായാലും വലിയ സന്തോഷം ഇങ്ങനെ ഒരു കൂട്ടായ്മയില് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞത്. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 86,400 രൂപ അക്കൗണ്ടിലേക്ക് നമുക്ക് തരികയാണ്. ഞാനത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കാം. രാത്രിയാവുമ്പോ അത് ഇല്ലാതായി മാറും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പൈസയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്നത് നമ്മൾ ചിന്തിക്കണം.
വെറുതെ ഒരു ചിന്ത നമ്മൾ മനസ്സിലേക്ക് ഇടാം. അങ്ങനെ ആവുമ്പോൾ നമ്മള് ആ ദിവസത്തെ വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമയം. ഞാൻ 86,400 എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തെ സെക്കൻഡുകളാണ്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കും. ഞാനിത് പറയാൻ കാരണം 2015 എനിക്ക് സ്ട്രോക്ക് വന്നു. അപ്പൊ ഞാൻ ഒരു സൈഡ് തളർന്ന് 1 മാസം ആശുപത്രിയിൽ കിടന്നു. അമല ഹോസ്പിറ്റലിലാണ് ഞാൻ കിടന്നത്. അപ്പൊ ഞാൻ അതുവരെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, വിദ്യാലയങ്ങളിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും. അപ്പൊ ഈ ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആളുകൾ, ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോ ആളുകൾ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ ആശുപത്രിയിലാണ്, അപ്പൊ നിങ്ങളല്ലാതെ വേറെ ആരാ ഇതുപോലെ ക്ലാസ് എടുക്കാൻ വരിക, നമ്മളല്ലെങ്കിൽ വേറെ ആള് എന്നുള്ള രീതിയിലാണ് അവര്. അപ്പൊ എനിക്ക് വലിയ ദുഃഖം തോന്നി. അയ്യോ, ഞാനില്ലെങ്കിൽ ഈ എടുക്കണ്ടായിട്ട് വേറെ ആളുകളെ അന്വേഷിക്കാണല്ലോ, ഞാനിവിടെ കിടക്കുകയാണല്ലോ. പക്ഷെ അവിടുന്ന് അതുവരെ ഞാൻ പുസ്തകം എഴുതുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. യാത്രകള് വളരെയധികം കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ ഞാൻ ഈ ആശുപത്രി കിടക്കുമ്പോ ഞാനും മനസ്സിലാക്കിയത്, ഞാനില്ലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് മനസ്സിലായി. എനിക്ക് വളരെ ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ അത്രയും ഡിസപ്പോയിന്റഡ് എന്ന് വെച്ചാല് എനിക്ക് ജീവിതത്തോട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാനിങ്ങനെ ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങളും സംസ്ഥാന നേതാവും ഒക്കെ ആയി, അധ്യാപക സംഘടനയുടെ ഒക്കെ ആയിട്ട് വളരെ ചാടി പ്രവർത്തിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന് എനിക്ക് വലിയ വിഷമം തോന്നിയത്. അവിടുന്ന് ഞാൻ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ തൃശ്ശൂരിലുള്ള എന്റെ സുഹൃത്തായിട്ടുള്ള പ്രൊഫസർ മേനാച്ചേരി, അതായത് ഫുൾ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അദ്ദേഹത്തെ വെറുതെ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു 3 മാസം എനിക്ക് അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ് ആണ്, കിടന്ന കിടപ്പിൽ കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ജോർജ് മേനാശ്ശേരി, അദ്ദേഹത്തിന്റെ പേര് ജോർജ് മേനാശ്ശേരി, പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഈ 3 മാസത്തെ നീ അടയാളപ്പെടുത്തി വെക്കണം, അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരിക നിങ്ങളോട് സംസാരിക്കുമ്പോൾ. അദ്ദേഹം പറഞ്ഞു, നീ എഴുത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഗവേഷണത്തിലോ ഏർപ്പെടുക പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാന് എന്ത് ചെയ്തു, ആ കാലഘട്ടത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ്. ആ കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും വളരെ ചെറിയ, ഇപ്പൊ ഞാൻ നേരത്തെ പ്രഭാഷണം കേട്ടപ്പോ അതില് തവളയെ കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞപ്പോ ആ കഥയൊക്കെ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഒരു തവള പുരാണം എന്ന് പറഞ്ഞിട്ട് അത്തള പിത്തള തവളാച്ചി എന്ന് പറഞ്ഞ മൂത്ത തവള കുട്ടികളെ പഠിപ്പിക്കുന്ന ചില ശീലങ്ങളും കഥകളിലൂടെ പഠിപ്പിക്കുന്നതാണ്. ആ കാലഘട്ടത്തെ പിന്നീട് എനിക്ക് ഒരു വേദനയായിട്ട് തോന്നിയില്ല. അപ്പൊ ഞാന് സ്ട്രോക്ക് കഴിഞ്ഞ് വീണ്ടും ഒരു സർജറിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിന്റെ ഓർമ്മയുടെ ഭാഗത്താണ് ഈ സർജറി ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നതിൽ ക്ഷമിക്കണം കേട്ടാ. കേൾക്കുന്നുണ്ടല്ലോ? തിരിയുന്നുണ്ടോ? ഉണ്ടല്ലോ. ഞാന് കുറച്ചധികം സ്പീഡില് ഇങ്ങനെ നീങ്ങണോണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാനൊരു ഇൻട്രൊഡക്ഷനോ വേറെ ഒന്നുമില്ല, നിങ്ങളെ കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്ന് പറയില്ലേ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളൊക്കെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് എവിടെയും ഞാൻ പെരുമാറാറുള്ളത്. അപ്പൊ അതിന്റെ വലിപ്പ ചെറുപ്പം ഒന്നും നോക്കാറില്ല. നിങ്ങൾ എന്റെ സ്വന്തമായിട്ടുള്ള ആളുകളായിട്ടും ഒക്കെ ഞാൻ കരുതുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെങ്ങനെ ആക്രമിക്കുന്നത്. അപ്പൊ ഞാന് ഈ സർജറിക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോ അടിയന്തരമായിട്ട് സർജറി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, കാരണം ഓർമ്മയുടെ ഭാഗത്താണ് സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വന്നിട്ട് വീട്ടിലിരുന്ന് ആലോചിച്ച്, ഈ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുടെ ഭാഗത്ത് ഓർമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഭാര്യയുണ്ട്, മക്കളുണ്ട്, 3 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ, അപ്പൊ ഞാൻ ഭാര്യയെ അക്കൗണ്ട് പുസ്തകങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച്, നമ്മുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച്, എങ്ങാനും പ്രശ്നങ്ങൾ വരിക വെച്ചാല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് 1 മാസം നന്നായി ഒരുങ്ങി. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടി സമയം തരണം, കാരണം ഞാനിപ്പോ ആ സമയത്ത് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്.
അത് അത് പുസ്തകം പൂർത്തിയാക്കണം. ഞാൻ ഓർമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകം പൂർത്തിയാക്കാൻ പിന്നെ എനിക്ക് എത്ര മാസം കാര്യം, നിന്റെ ഒരു വെയിൻ പൊട്ടിയിട്ടുണ്ട്, അടുത്ത വെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരണം സംഭവിക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു 6 മാസം എനിക്ക് സമയം തന്നെ, ഞാനൊന്ന് പ്രിപ്പയർഡ് ആയി ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഞാൻ ഈ സർജറിക്ക് വിധേയമാവും. അങ്ങനെ ഞാൻ ഓടിപ്പോയി ആ പുസ്തകം എഴുതി. ഓർമ്മയ്ക്ക് ബാധിക്കുന്നതല്ലേ. ആ പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് ഇമ്മിണി വലിയ മാഷ് എന്നാണ്. അപ്പൊ ആ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ അക്ബർ ഘട്ടിലാണ് അതിന്റെ അവതാരിക എഴുതാന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹവും മരണപ്പെട്ടു. അദ്ദേഹത്തിനും പ്രശ്നം വന്നപ്പോ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത്. അപ്പൊ ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ട് ഞാന് ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇനി പ്രകാശനം ചെയ്തതിന്റെ പിറ്റേന്നാണ് ഞാൻ ആശുപത്രിയിൽ ചെന്നത്, അഡ്മിറ്റായി. അപ്പൊ ഡോക്ടറോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കയ്യ് തരണം, എന്റെ ഓർമ്മയും കൈകളും ഒരു കൈ ചലിപ്പിക്കാനുള്ള ശക്തി തരണം എന്ന് പറഞ്ഞു. കിട്ടിയ ഉപകാരം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ഏതായാലും ഒപ്പിട്ടോ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഒപ്പിട്ടോ, നിങ്ങളുടെ മനഃശക്തി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. അപ്പൊ എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ പ്രാർത്ഥിച്ചു. ദൈവാധീനം കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ 2016 ഡിസംബർ 23-ാം തീയതിയാണ് സർജറി നടന്നത്. അന്ന് നടന്ന് എനിക്ക് 2 ദിവസം ഒരു ദിവസം ഒരു ഇതിൽ കിടന്നു. 2ാമത്തെ ദിവസം ആകുമ്പോഴേക്കോ എനിക്ക് ഓർമ്മയുടെ കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു. പിന്നെ കടുത്ത ഫിറ്റ്സ്, അപസ്മാരങ്ങളായിരുന്നു കുറച്ചു കാലം. അപസ്മാരം പിടിച്ച് കിടക്കേണ്ടി വന്നു. ഇങ്ങനെ ഇടക്കിടയ്ക്ക് അപസ്മാരം വരെ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതം പൊട്ടന്തമ്പുരാനെ പോലെ വളരെ മനോഹരമായിട്ട് നീങ്ങുന്നൊക്കെ വിചാരിച്ചു. ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എവിടെ വെച്ചിട്ട് എന്തുണ്ടാവും. അപ്പൊ എന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്ത് വന്നാലും ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്കൊക്കെ അറപ്പ് തോന്നണല്ലേ ഈ ഛർദിയും ഇതൊക്കെ കണ്ടിട്ട്, എത്ര നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല, എനിക്ക് എന്റെ മക്കൾക്ക് എന്റെ അപ്പനെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന്. എന്നാ ശരി. അങ്ങനെ മുടിയൊക്കെ വെട്ടി തലയിൽ ഒരു ഓട്ടയൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ മറ്റേ JCBയുടെ ഇതുപോലെ തുറന്നിട്ട് അതിലെ ആവശ്യമില്ലാത്തൊക്കെ എടുത്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കനം കുറഞ്ഞു, പണ്ടത്തെ തലയെടുപ്പൊന്നുമില്ല, പണ്ടത്തെ അഹങ്കാരമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പൊ ഞാൻ അടുത്ത പുസ്തകം എഴുതി. അങ്ങനെ ഞാൻ ഓരോ ആപത്ഘട്ടങ്ങളും എനിക്ക് എഴുതാനുള്ള ഒരു അവസരമാക്കി മാറ്റി. മണിബിൽ ഭാഷ, അതുപോലെ നാരങ്ങപ്പാല് ചൂണ്ടക്കിരണ്ട്. നാരങ്ങപ്പാല് ചൂണ്ടക്കിരണ്ടിനാണ് ഒളപ്പമണ്ണ അവാർഡ് കിട്ടിയത്. അതിനൊക്കെ കുറെ കഥകൾ ഇങ്ങനെ പറയാം. ഞാൻ ഇങ്ങനെ എന്റെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോട്ടാ. അപ്പൊ ഞാൻ നിർത്താം. നമ്മുടെ സ്ക്രീനിൽ 2 പേരുടെ മുഖം എനിക്ക് കാണാണ്ട്, ഒന്ന് കൈ ഉയർത്തി അപ്പം നിർത്താട്ടാ. അപ്പൊ അങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നുപോയത്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ കൊറോണയുടെ അവസരമാണ്. കൊറോണ കാലത്ത് എനിക്ക് 2 തവണ ഞാൻ മരണത്തോട് മല്ലിട്ടു. 2 തവണ വളരെ സിവിയർ ആയിട്ടുള്ള, എനിക്ക് ഓൾറെഡി കുറെ കാലം ഇഞ്ചക്ഷൻ ചെയ്തു, പിന്നെ ഇഞ്ചക്ഷൻ നിർത്തി, അത് ഇതായി കാരണം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ശ്വാസം മുട്ട്, പിന്നെ റുമാറ്റിക് ഫീവർ, പിന്നെ ഈ സ്ട്രോക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നിലേക്ക് കയറി വരുന്നുണ്ട്. അവരൊക്കെ അവരുടെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സമയത്ത് എനിക്ക് ശ്വാസം കിട്ടാതെ വലിക്കുന്ന ഫലം അവസരം ഉണ്ടായി. പക്ഷെ അന്ന് ഞാൻ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് അന്ന് മുടക്കുള്ള ദിവസമാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് തല അനക്കാൻ പറ്റി കഴിഞ്ഞാൽ പുറത്തിറങ്ങും. അവിടെ നാട്ടില് ഒരു കണ്ടൽക്കാടുണ്ട്. കണ്ടൽക്കാടിന്റെ അവിടെ ഒരു സമരം നടക്കുകയാണ്. അത് തൃശ്ശൂർ ജില്ലയില് പാവർട്ടി ഉള്ളവർക്കൊക്കെ അറിയാം. അത് ഏറ്റെടുക്കുന്നതും വലിയ വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെ ഇതിന്റെ ഒരു എക്സ്പോസ് ചെയ്യും, ആ കണ്ടൽക്കാടിന്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഞാന് ഫോറസ്റ്റുകാർ ഏറ്റെടുക്കുന്നതിനൊക്കെ എതിരാണ്. പക്ഷെ അതവിടെ 2 വൈദികര് നട്ട കുറച്ച് മരങ്ങളുണ്ട്, അത് നിലനിൽക്കുകയാണ് എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടൊരു ഡോക്യുമെന്ററി ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ അവിടെ പോയപ്പോഴാണ് മനസ്സിലായി ആ ഒരു കണ്ടൽക്കാടിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടൊരു സബ്ജക്റ്റ്. അപ്പൊ അത് കുറച്ച് അവിടെയുള്ള ഞണ്ടുകളെ കുറിച്ച് ചെയ്യാൻ വിചാരിച്ചു. കാരണം ചെറിയ ചെറിയ ഞണ്ടുകളെ കണ്ടു. അപ്പൊ അതിന്റെ ഓരോന്നിനെ കുറിച്ച് അപ്പൊ അത് അന്വേഷിച്ചപ്പോഴാണ് 43 തരം ഞണ്ടുകൾ തന്നെ അവിടെ കണ്ടിട്ടുണ്ട്. അതും നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ മരങ്ങളെ കുറിച്ചും ഓരോന്നിനെ കുറിച്ച് പഠിക്കും തോറും വലിയ ബുദ്ധിമുട്ട് തോന്നി.
അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയത്. ആ സ്ക്രിപ്റ്റാണ് മേരിമോളുടെ കണ്ടൽ ജീവിതം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അത് ഇന്റർനാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്ന് അതിന് അവാർഡഡായി. ആ ഒരു കാലഘട്ടം. അതിനുശേഷം ഞാൻ അവിടെയുള്ള കുളങ്ങളെ കുറിച്ചും അവിടെയുള്ള ആചാരങ്ങളെ കുറിച്ചും ഒക്കെ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ചോദിച്ച് ദേശം ചൊല്ലി തന്ന കഥകൾ എന്ന ഒരു പുസ്തകം എഴുതി. 5 വർഷം മുന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇന്നിപ്പോ കഴിഞ്ഞ മാസം നമ്മുടെ ജോർജ് മെട്ടി ബാലസാഹിത്യ അവാർഡ് 10,000 രൂപ നമ്മുടെ സഹൃദയവേദി ആ പുസ്തകത്തിന് അവാർഡ് ആദരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്, നമുക്ക് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ ഒക്കെ ഞാനിങ്ങനെ സർഗാത്മകമായ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നേരിട്ടത്. ഇന്നും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. എന്റെ ജോലിയെ സംബന്ധിച്ചും ഒത്തിരിയേറെ കേസുകൾ വന്ന് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക്, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമുക്ക് ഞാൻ കഴിഞ്ഞ ഒരു വൈദികൻ അപ്പൊ കഴിഞ്ഞ ആഴ്ച മറ്റേ വാർഷിക ഒരു കുമ്പസാരം ഉണ്ടാവില്ല നമ്മുടെ ക്രിസ്മസ് ആവുമ്പോ. കുമ്പസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് എനിക്ക് വലിയ മാനസിക വേദന ഇടയ്ക്ക് തേട്ടി വരും. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ദൈവമേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, അത് നീ ഒരു നല്ല ഒരു കാര്യമായിട്ട് എടുക്കുക. അത് നിന്നെ തന്നെ തെളിയിക്കാൻ, നിന്നെ തന്നെ റിഫൈൻ ചെയ്യാനായിട്ട് ദൈവം തന്ന വരണ, അതിന് വേദനയായിട്ട് നീ കണക്കാക്കല്ലേ. അപ്പൊ ഞാനത് സന്തോഷമായിട്ട്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ചിലപ്പോ നമ്മൾ വിചാരിക്കാത്ത കോടതികളിലും മറ്റു ശിക്ഷകളൊക്കെ ഏൽക്കേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. തെറ്റ് ചെയ്ത് നമ്മളൊരു സാധാരണ മനുഷ്യന്മാരാണ്. സാധാരണ മനുഷ്യന്മാർക്ക് അപ്പൊ ഞാന് അത് ആ ഒരു വൈദികൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായി. കാരണം നമ്മൾ എത്രയൊക്കെ ശവക്കല്ലറയിലിട്ട് അടച്ചാലും ചില വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സാധാ മനുഷ്യനല്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇത് നിന്നെ റിഫൈൻ ചെയ്യാനാണ്, നിന്നെ മാത്രം റിഫൈൻ ചെയ്യാൻ. അതിനെ നീ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നിന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ അതിനെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ ചിന്തിക്കാൻ പറഞ്ഞപ്പോ എനിക്കത് വലിയതായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊറോണയുടെ കാലം 2 പ്രാവശ്യം മരണത്തോടെ അങ്ങേ വക്കത്തെത്തിയപ്പോഴും അത് ആ ഒരു എന്താ പറയാ, ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ്, നിങ്ങൾ ഈ വെള്ളം കുടിക്കുക, ഒരു കറുത്ത ഒരു ദ്രാവകം ഒരു കുപ്പിയിൽ തരും, അത് കഴിക്കുക, വേറെ ഒന്നുമില്ല, കിട്ടിയവര് കിട്ടും, നീ പേടിക്കൊന്നും വേണ്ട, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതായത് കൂട്ടുകാരനായതുകൊണ്ടാവും പറഞ്ഞു, മറ്റേ അടക്കം കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഭംഗി പോലെ ഏറ്റവും രസകരമായിട്ട് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതെന്റെ കൂട്ടുകാരനാണ്, മറ്റേ ചിറ്റാട്ടുകരയുള്ള ജോബി എന്ന് പറഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇപ്പൊ ഇതിൽ ചിറ്റാട്ടുകര ഇടവകയിലത്തെ വികാരി ഉണ്ട്. അപ്പൊ ഇതൊക്കെ അടുത്തടുത്തുള്ള ആളുകളായ കാരണം ഞാനിങ്ങനെ പറഞ്ഞത് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഘട്ടങ്ങളിലൂടെയൊക്കെ മനുഷ്യൻ കടന്നു പോകും. ഇത് നിങ്ങളൊക്കെ ഇതിലിരിക്കുന്നവരൊക്കെ എന്നെക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഈ ഘട്ടങ്ങളൊക്കെ നമുക്ക് റിഫൈൻ ചെയ്യാനുള്ളതാണെന്ന് മാത്രം കരുതുക. ഒരാൾക്കും ഈ ഭൂമിയിൽ പിറന്നു വീണ ഒരാൾക്കും എല്ലാം ചിരിയായിട്ടും എല്ലാം സന്തോഷമായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എല്ലാ ബുദ്ധിമുട്ടുകളും പല രീതികളിൽ കുറഞ്ഞും കൂടിയും ഒക്കെ വരും. അപ്പൊ ഇതിലേക്ക് വിളിച്ചതിന് സന്തോഷം. ഞാൻ അധികം നേരം ഇതിലിരിക്കില്ല. ഇപ്പൊ എനിക്കൊരു തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അതിന് പോകണം. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാനൊരു പ്രോഗ്രാമിൽ ഇറങ്ങി അടുത്ത പ്രോഗ്രാമിൽ കയറുകയാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ഇങ്ങനൊരു അവസരം തന്നതിന് താങ്ക് യു. ിലൂടെ ഒരു എന്താ പറയാ, പുതിയൊരു ഊർജ്ജമാണ് ഞങ്ങൾക്ക് നൽകിയത്. അപ്പൊ അതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. സാറ് കയറിയിട്ടുണ്ടോ? അനൂപ് സാറ്. ഓ നമസ്കാരം. ഇവിടെ ദർശനയുടെ ന്യൂ ഇയർ ആഘോഷം എന്ന് വിചാരിക്കുന്നു. ഞാനതിന്റെ ഇടയിലാണ് കേട്ടത്. എല്ലാവർക്കും ന്യൂ ഇയർ, ക്രിസ്മസ്, പുതുവത്സരാശംസകൾ നേരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഷൈജു സാറാണ് ഇങ്ങനൊരു പരിപാടിയുടെ കാര്യം പറഞ്ഞത്. ഇവിടെ കുറെ ആളുകള് ഞാൻ ഇടയിൽ കയറിയതിന് ശേഷം സംസാരിച്ച ആളുകൾ പാട്ട് നന്നായിട്ടുണ്ടല്ലോ ശശിയേട്ടന്റെ ഗംഭീരായിട്ട്. ഇവിടെ കുറെ ആളുകൾ സംസാരിച്ചത് ഞാൻ കേട്ടു. വളരെ പോസിറ്റീവായി ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ ആളുകള് ഇപ്പോ ഇവിടെ ഒരു വർത്തമാനത്തിൽ ഞാൻ കേട്ടു, വ്യക്തിപരമായ താല്പര്യങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്ന ഒരു സമയത്ത്
നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കും മുന്നോട്ട് പോക്കിനും മനുഷ്യന്റെ പ്രയാസങ്ങളിൽ സഹായിക്കാവുന്ന മനസ്സോട് കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സമയത്താണ് നമ്മുടെ ഈ കൂട്ടായ്മ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, നമ്മൾ ജീവിച്ച കാലത്ത് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നതിലാണ് ഏറ്റവും പ്രധാനം. ആ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മുടെ നാടിന്റെ ജാതിക്കും മതത്തിനും എല്ലാം അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യനും നന്നായി സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു സമൂഹം വളർത്തിയെടുക്കാൻ കഴിയാവുന്ന ഒരു ആശയം പ്രചരിപ്പിക്കാനും, അതുപോലെ തന്നെ ഇതിലിപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ കഴിവ് ഷൈജോ സാറിനൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഹകരണ വാരാഘോഷത്തിൽ പോയ ഡാൻസ് അവതരിപ്പിച്ചു. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ കോട്ടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ ജീവനക്കാരൻ കൂടിയാണ്. അവിടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റേറ്റ് ഓഫീസറായിട്ട് ഞങ്ങൾ ചുമതലയുള്ള സാറാണ് സൈജോ സാർ. സൈജോ സാറിന് എനിക്ക് വ്യക്തിപരമായി ഒരിക്കലും അങ്ങനെ ഒരു എന്തെങ്കിലും പ്രയാസമുള്ള ഒരാളായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. സാധാരണ ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ ആക്റ്റീവായി ആള് 2-3 ഡാൻസ് കണ്ടു. വളരെ ആക്റ്റീവായി ഡാൻസ് കളിച്ച്, ഡാൻസിന് മാത്രമല്ല ആള് തൊഴിലിനുൾപ്പെടെ ആ ചാവക്കാട് സർക്കിൾ ഇതിലെ AR ഓഫീസിലെ ഏറ്റവും ആക്റ്റീവായി തന്റെ ചുമതല വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്ന ഒരു ജീവനക്കാരൻ കൂടിയാണ് സൈജോ സാറ്. അപ്പോ അത്തരം ആളുകള് തീർച്ചയായും നമ്മുടെ നാടിനെ ഒരു മാതൃകയാണ്. സൈജോ സാറിനെ പോലെയുള്ള ഇതിലുള്ള എല്ലാ ആളുകളും നമ്മുടെ നാടിനെ മാതൃകയാണ്. ഇപ്പോ നമുക്കറിയാം, അലസരായി നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ മാതൃകയാണ് ഈ കൂട്ടായ്മയിലെ ഓരോ ആളുകളും. തീർച്ചയായും നിങ്ങളുടെ ഈ സംരംഭം നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് ഞങ്ങളെ പോലുള്ള ആളുകളുടെ കൂടി എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് മാത്രമാണ് വളരെ ചുരുക്കി പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അടുത്തതായിട്ട് ആശംസ പറയാൻ ഏറെ സ്നേഹത്തോടെ എത്തിച്ചേർന്ന ദർശനയുടെ പ്രിയ സഹോദരി ശ്രീമതി ജെസ്സി എരുമപ്പെട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ദർശനയുടെ സ്ഥാപകനായ സോളമൻ അച്ഛനെയും ഇന്നത്തെ ദിവസത്തെ വന്ന് ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഞാൻ നമസ്കാരം നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ജെസ്സി. എൻ്റെ വീട് എരുമപ്പെട്ടിയിലാണ്. എൻ്റെ വീട്ടിലെ 7 മക്കളുണ്ട്. 4 ആങ്ങളമാരും 2 ചേച്ചിമാരുമാണ്. അതിൽ 6ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് മാത്രമാണെങ്കിൽ ഒരു വൈകല്യമുള്ളൂ. ജനിച്ചു വീഴുമ്പോൾ തന്നെ ഞാനൊരു വൈകല്യമായിട്ടാണ്, ഒരു കുറവ് അറിഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ ഒരു കാല് നീളം കുറവാണ്. നീളം കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടിന് താഴെയുള്ള ഭാഗം മാത്രമേ എനിക്കുള്ളൂ, മുകളിലേക്കുള്ളതൊന്നും ഇല്ല. 4ാം ക്ലാസ് വരെ എന്നെ എടുത്തിട്ടായിരുന്നു സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഒരുപാട് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് എല്ലാവരും ഒറ്റപ്പെട്ടിട്ടായിരുന്നു നിന്നിരുന്നത്. സ്കൂളിൽ ചെന്നാലും എനിക്ക് കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്ന് കയറുമ്പോ തന്നെ എല്ലാവരും കളിയാക്കും. എന്നാലും വിഷമത്തോട് കൂടിയിട്ടായിരുന്നു സ്കൂളിലൊക്കെ പോയിരുന്നത്. 4ാം ക്ലാസ് വരെ എടുത്തിട്ട് എന്നെ കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ ചേച്ചിയുടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പഠിക്കാൻ പോകാൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു. എന്നാലും ആ പ്രതീക്ഷ വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു എരുമപ്പെട്ടി പള്ളിയിൽ ഒരു അച്ഛൻ വന്നിരുന്നു. അച്ഛന്റെ പേരൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. വർഷം കുറച്ചായതാണ്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ ചോദിച്ചാൽ അതും എനിക്കില്ല. അച്ഛൻ മുഖാന്തരാണ് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഒരു ആശുപത്രിക്ക് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയത് തൃശ്ശൂര് മുളങ്ങുന്നത്ത് കാവിലേക്കാണ് കൊണ്ടുപോയത്. മറ്റേ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു എല്ലാവരും കൊണ്ടുപോയത്. അവിടെ കൊണ്ടു ചെന്നപ്പോ ഒരാഴ്ചക്കുള്ള നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ കൈപ്പിടിച്ച് പോയിക്കോളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അപ്പനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ നമ്മളെ പോലത്തെ ആൾക്കാരൊന്നല്ല അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മൊത്തം കുഷ്ഠരോഗികളായിരുന്നു. അവരുടെ ചികിത്സാ കേന്ദ്രമായിരുന്നു അത്. എന്നാലും അവിടെ ഈ ജർമ്മനിന്നും ഇറ്റലിന്നും ഒക്കെ ഡോക്ടർമാർ വന്ന് നമുക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ടാണ് എനിക്ക് നടക്കാവുന്ന രീതിയിലുള്ള ഒരു ചെരുപ്പ് ഉണ്ടാക്കി തന്നത്.
അന്നത്തെ ചെരുപ്പെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് നടക്കാനൊക്കെ ആയിട്ട് 2 കമ്പിയായിരുന്നു. പിന്നെ താഴത്ത് ഉയരം വെപ്പിച്ചേർന്ന സ്ഥലത്ത് ഒരു വലിയൊരു മരക്കഷ്ണം വെച്ചിട്ടൊക്കെയായിരുന്നു അവര് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും ഒരുപാട് വിഷമത്തോടു കൂടി നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനത് വെച്ച് ഒരു വിധമൊക്കെ നടന്ന് ഒരാഴ്ച അവര് നമ്മളോട് പരിശീലിപ്പിച്ചിട്ടായിരുന്നു അവര് നമ്മളിവിടെ പറഞ്ഞയച്ചേ. അങ്ങനെ ഞാനിവിടെ വന്ന് എന്നെ ഇവിടെ വീട്ടിൽ വന്ന് കയറിയപ്പോ തന്നെ എന്റെ വീട്ടിലുള്ളവരൊക്കെ കരച്ചിലായി. എന്താ വെച്ചാ എന്റെ ശരീരത്തിനേക്കാളും വലുപ്പമുള്ളതായിരുന്നു ഞാൻ ഇട്ട് വന്നിരുന്ന ആ ചെരുപ്പ്, ആ കാല്. അത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ. എന്നാലും ഞാനത് ഇട്ടിട്ട് നടക്കാൻ എനിക്ക് പറ്റുമല്ലോ എന്നൊരു സന്തോഷത്തിലായിരുന്നു ഞാനത് വിട്ടിട്ട് പോയായിരുന്നു. 7ാം ക്ലാസ് വരെ എനിക്ക് ആ ചെരുപ്പ് ഞാൻ ക്ലാസ്സിൽ ചെന്ന് അയച്ചു വെക്കും. എന്നുവെച്ചാൽ നമുക്കത് ഇട്ടിട്ട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ബാത്റൂമിലേക്ക് പോകാൻ പറ്റില്ല. അത് ഊരിട്ട് വേണം എനിക്ക് ബാത്റൂമിലേക്കൊക്കെ പോകണമെങ്കിൽ. അപ്പൊ അത് കാരണം കൊണ്ട് 7ാം ക്ലാസ് വരെ ഞാൻ ആ ചെരുപ്പ് ഒരു അത്ഭുത വസ്തു കാണുന്ന പോലെയായിരുന്നു. അതിനെ കണ്ട് കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഊരി ചേർന്നില്ല. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ആ ചെരുപ്പ് മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഊരിക്കാൻ പോയില്ല. എന്ന് വെച്ചാൽ അപ്പൊ ഊരിക്കുമ്പോ പിന്നെ ഇത്തിരി മുതിർന്നില്ല ഞാൻ. അപ്പൊ കളിയാക്കലും പരിഹാസം കൂടുതലാവും. അങ്ങനെയായിട്ട് അത് വെച്ചിട്ടായിരുന്നു പോയായിരുന്നത്. 10ാം ക്ലാസ്സിൽ പോണ സമയത്തായിരുന്നു ഈ ചെരുപ്പിന് എന്നും കംപ്ലൈന്റ് ആയിരുന്നു. റോട്ടിൽ ഒരുപാട് തവണ ഞാൻ വീണുണ്ട്. ഒരുപാട് ആൾക്കാര് നമ്മളെ വീഴുമ്പോ ഒക്കെ ഞാൻ വിഷമിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ദൈവം എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നേന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും വീഴുമ്പോ എല്ലാവരും കളിയാക്കാന്ന്. പക്ഷെ കളിയാക്കല്ല, ആ വീഴുന്ന സാഹചര്യം ആകുമ്പോഴേക്കും ആരെങ്കിലും ഓടി വന്ന് നമ്മൾക്ക് വിളിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയാൽ എന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുമായിരുന്നു കേട്ടോ. എന്നാലും ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇത്തിരി മുതിർന്ന ഒരു പെൺകുട്ടി റോട്ടിൽ വീഴുക എന്നൊക്കെ പറയുമ്പോ അത് വല്ലാത്തൊരു വിഷമായിരുന്നു. എന്നാലും ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചെത്തി. അത് കഴിഞ്ഞ് 2 കൊല്ലം കൂടി പോയിക്കോന്ന് അമ്മ പറഞ്ഞിട്ട് അങ്ങനെ പ്രീ ഡിഗ്രിക്കും ഞാൻ അവിടെ തന്നെ ചേർന്നു. അവിടെ സ്കൂളിന് അടുത്ത് തന്നെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. ബസ് കയറി പോകാനൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. എന്നാലും ഞാൻ അവിടെ പഠിച്ചു. പിന്നെ ബുദ്ധിമുട്ടറിഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ പരീക്ഷ എഴുതാൻ നമുക്ക് പോകണമെങ്കിൽ വടക്കാഞ്ചേരിക്ക് വരണം. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തുടങ്ങും കണ്ടക്ടറുടെ കളിയാക്കല്, പിന്നെ ആൾക്കാരെ കളിയാക്കല് ഒക്കെ ഉണ്ടാവും അതിനകത്ത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെരുപ്പും വെച്ച് നമ്മളതിനകത്ത് കയറുമ്പോ മറ്റുള്ളവർക്കൊന്നും അതിനടുത്ത് കൂടെ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഭയങ്കര പൊങ്ങിയിട്ടൊക്കെ ആയിരുന്നു പിന്നാമ്പുറം ഇരുന്നായിരുന്നു. അപ്പൊ അത് കാരണം ഒരുപാട് കളിയാക്കലുണ്ടായിരുന്നാലും 2 കൊല്ലം ഞാൻ എത്തിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോക്ക് നിർത്തി. എന്താ വെച്ചാൽ ഈ ചെരുപ്പം വെച്ച് പോകുമ്പോ ആൾക്കാരെ പരിഹാസം, കളിയാക്കല്, പരിതാപകരം, അതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഒരു വിഷമഘട്ടുണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. നമ്മൾ വയ്യാത്ത ആണെങ്കിലും ഈ ഒരു എന്താ പറയാ അയ്യോ പാവം എന്നുള്ള വർത്താനം പിടിക്കില്ല, എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷം പിന്നെ വീട്ടിൽ ഒതുങ്ങി കൂടി, പുറത്തേക്ക് പോക്കില്ലാണ്ടായി. കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടിയിരുന്നു. അതിനുശേഷം കുറച്ച് ഒരു 10-30 വയസ്സൊക്കെ കഴിയുന്നത് വരെ അങ്ങനെയായിരുന്നു. 30 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ നീ ഇരുന്ന് ശരിയാവില്ല എന്നും പറഞ്ഞ ആൾ എന്നെ ഒരു ജോലിക്ക് കൊടുന്നാക്കി. ഒരു സ്വർണ്ണക്കടയിൽ ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ നിന്നു. അതിനുശേഷം ഞാൻ ഒരു ഹോൾസെയിലിന്റെ ലോട്ടോ ഷോപ്പിലേക്ക് കയറി. അവിടെ ടിക്കറ്റ് സെറ്റാക്കാനും ഇതൊക്കെ ആയിട്ട് ഒരു 4 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ ഒരു കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി അവിടെ ജോലിക്ക് വന്നിരുന്നു എരുമപ്പെട്ടിയിൽ. അവള് മുഖാന്തരാണ് ഞാൻ ഈ ദർശനയിലേക്ക് വന്നത്. അവള് ലില്ലി ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ആളായിരുന്നു. അങ്ങനെ ലില്ലി ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ച് ലില്ലി ചേച്ചി എന്നെ അതിനകത്ത് ചേർത്തു. തിരുഹൃദയ ഗ്രൂപ്പിലും ഗ്ലോറിയ ഗ്രൂപ്പിലും തിരുഹൃദയ ഗ്രൂപ്പിലും ഞാൻ അംഗമായി. ആദ്യമൊന്നും അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ ആയപ്പോ ഇതിനകത്ത് കയറിയപ്പോ ഇവിടുത്തെ ആൾക്കാരിനൊക്കെ കണ്ടപ്പോ എന്റെ വൈകിൽ ഒന്നൊന്നല്ലാത്ത പോലെ എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഇവിടുത്തെ ഓരോരുത്തരെ കാണുമ്പോ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത് ജന്മ ഇത്രയും നടക്കാനും കൂടി എനിക്ക് പറ്റണ്ടല്ലോ. ഇവർക്കൊക്കെ അത്രയും പറ്റാത്ത എത്ര ആൾക്കാരുണ്ടെങ്കിലും അതിലെല്ലാവരും എത്ര ആക്റ്റീവായിട്ട് ഇരിക്കണം. ലീനി ആയിക്കോട്ടെ, ലില്ലിയേച്ചി ആയിക്കോട്ടെ, ജോസേട്ടനായിക്കോട്ടെ, ഒരുപാട് ആൾക്കാര് അതിനകത്ത് കയറുന്ന അവർക്ക് പറ്റുന്ന രീതിക്കൊക്കെ അവര് സഹകരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ എന്ത് ജന്മ ഇത് ഇത്രയും എനിക്ക് പറ്റിയിട്ട് ദൈവം എനിക്ക് ഇത്രയും തന്നിട്ട് പോലെ എനിക്ക് ഇതിനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഞാൻ നടക്കണേന്ന്. ഒരാളും നമ്മുടെ കൂടെ ഇല്ലാണ്ട് എനിക്ക് ഒന്നിനും പോവാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങി പോവാൻ, ഒറ്റയ്ക്ക് പോവാൻ എനിക്ക് സാധിക്കില്ല. എപ്പോഴും ഒരാളെനിക്ക് വേണം. എന്താ വെച്ചാൽ എപ്പോഴാ ഈ ചെരുപ്പ് പൊട്ടി പോവാന്ന് അറിയില്ല. 10ാം ക്ലാസ് വരെ എനിക്ക് പിന്നെ അവിടെ ഫ്രീ ആയിട്ടായിരുന്നു എന്റെ ചെരുപ്പൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു കേട്ടോ, തൃശ്ശൂര്. അതിനുശേഷം പിന്നെ നമുക്ക് അവിടെ നിന്നുള്ള സേവനം നിർത്തിവെച്ചു. പിന്നെ ഞാനൊരു ചെരുപ്പ് സ്വയമായിട്ട് ഉണ്ടാക്കി. അതൊക്കെ ആയിട്ട് അങ്ങനെ ഇതായിട്ട് പോണ സമയത്ത് നമ്മൾ ദർശനയിലേക്കും വന്നു. ഒരുപാട് അച്ഛനൊക്കെ ഇതാക്കി പരിചയപ്പെട്ടു വരുമ്പോഴേക്കായിരുന്നു എനിക്കൊരു കല്യാണം വന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു ഒരു കല്യാണം. അത് എന്തോ എൻ്റെ കുറവുകൾ അംഗീകരിച്ച് എന്നെ കൈപിടിച്ച് നടത്താൻ ജയ്സനും കൂടെ വന്നോടുകൂടി ഞാനിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ജനുവരി 22-ാം തീയതി വന്ന 3 വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്.
സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സന്തോഷത്തിലേക്ക് എനിക്ക് വേണ്ടെന്ന ഒരു കുഞ്ഞും കൂടി ആയിരുന്നു. പക്ഷെ ദൈവം ഇപ്പോഴും ആ പ്രാർത്ഥന കേട്ടിട്ടില്ല. എന്താവും അറിയില്ല. പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു, പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറയണത്. എന്നാലും പ്രാർത്ഥനയോടുകൂടി പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം. ഞങ്ങളുടെ സന്തോഷത്തിലേക്ക് നിങ്ങൾക്കൊരു കുട്ടിയും കൂടി വേണം. എന്നാലാണ് നിങ്ങളുടെ ജീവിതം ഹാപ്പിയായി പോവുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കേട്ടാ ആളെ കണ്ടാൽ കൊള്ളാം, ആളെ കണ്ടാൽ കൊള്ളാം. പ്രാർത്ഥന ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് എന്തും ദൈവം നമുക്ക് നടത്തി തരും. അപ്പൊ വളരെ വ്യക്തമായിട്ട് ആശംസ അർപ്പിച്ചു. അവര് നമ്മളെ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥനയിലും ആ നിയോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ജെസ്സിക്ക് ഒരു പൊന്നോമനെ തന്നെ തരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അതായത് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിനായി ബാസ്കറ്റ് കളി താരവും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിദഗ്ധയുമായ നമ്മുടെ ബിന്ദു കൊടുങ്ങല്ലൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 237ാമത് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം. ദ്രസ്ന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദ്രസ്ന ക്ലബ് ഡയറക്ടറുമായ ഫാദർ സോളമൻ അച്ഛനെ ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഉദ്ഘാടനം ചെയ്ത ഫാദർ ആൻവിൻ അച്ഛനെ ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. മുഖ്യാതിഥിയായി നമ്മുടെ സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത ശ്രീ റാഫി സാറിനെ ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ശ്രീ KS അനൂപ് സാറിനെ ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ആശംസകൾ പറഞ്ഞ ജസ് ചേച്ചിക്ക് ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. മനോഹരമായി പാട്ട് പാടിയ ശശിചേട്ടനും ക്ലാരയ്ക്കും ദ്രസ്ന ക്ലബിന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. അവതരണം ചെയ്ത ലീനേച്ചി, പ്രാർത്ഥന ആലപിച്ച ജോയ് ചേട്ടൻ, സ്വാഗതം പറഞ്ഞ റീന ചേച്ചി, റിപ്പോർട്ട് വായിച്ച ജോസേട്ടൻ, PR ആയ PS കോട്ടപ്പുറം എന്നിവർക്ക് ദ്രസ്നയുടെ പേരിലും എന്റെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കൃത്യമായി എല്ലാവർക്കും നന്ദി പറഞ്ഞു.